ആരാധന മണിക്കൂറിലേക്ക് ക്ഷണിച്ച അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വരുന്ന ആരാധന മണിക്കൂറിലെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടാകുവാനും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധന മണിക്കൂറിലും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ച് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ നമുക്ക് സമീപത്ത് വിളിച്ചു നിർത്താം. അമ്മ പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി വലിയ സാക്ഷികളായി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സ്റ്റുഡിയോയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ഈ സമയം ഈ ആലയത്തിൽ അടുക്കള മുതൽ ഈ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2015 മുതൽ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യമുണ്ടാകുവാനും എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന.
കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, ഇന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സ്തുതി യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം വാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ.
മാറുന്നു ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാ പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. കൈകൾ വീശി ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കൂടി ധ്യാനിക്കുന്ന ബഹുമാനപ്പെട്ട വിധി ജോസഫച്ചനെ ഇയാളെ താരയിൽ വിചാരണത്തിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അച്ഛനെ നൽകി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നിന്നെ ഞാൻ ആരാധിക്കാം. ആത്മാവിൻ അൾത്താരതന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. Praise the Lord. Praise the Lord. ഇരിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ അതീവ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ ആ സന്തോഷത്തിൻ്റെ ആസ്പദം എന്ന് വെച്ചാൽ എന്താണ്? കർത്താവ് ഓരോ ദിവസവും ഉടമ്പടിയിലൂടെ 100 കണക്കിന് മനുഷ്യർക്ക് ദൈവം നൽകുന്ന പുതിയ വഴിയും പുതിയ വെളിച്ചവുമാണ്. ഇപ്പം എന്തെങ്കിലും ദൈവം ഉദ്ദേശിക്കാതെ നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അത്രയും ചിന്തിച്ചാൽ മതി. കാരണം എന്താ? നിങ്ങളെക്കാൾ പ്രയാസത്തിലുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ പുറത്തുണ്ട്. ദെൻ വൈ യു ആർ പെർട്ടിക്കുലർലി സെലക്റ്റഡ്? അതാണ് നിങ്ങളുടെ ദൈവവിളി എന്ന് പറയണത്. ഇപ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ എന്തോ സമാധാനം ദൈവം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ അടുക്കലേക്ക് നിങ്ങളെ വിളിച്ചു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിലൂടെ യേശുവേ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, അവിടുത്തെ സ്വന്തമാക്കുവാൻ വിളിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ ഒരിക്കൽ കൂടി. എന്നുമെന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദന എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിന്നെ ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ക്ലിൻ്റനച്ചോട് പറയണ ഇതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഈശോൻ്റെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയണത്. അപ്പോൾ ഞാൻ പറയും, ദൈവം നമ്മളെ ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ല. ബൈബിൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഈശോയ്ക്ക് തന്നെ നല്ല പവർഫുൾ കോൺഷ്യസ് ആയിരുന്നു. ഈശോ പറയവേ, പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് പിതാവായ ദൈവം ഈശോൻ്റെ മേലെ ഒരു ഒഫീഷ്യൽ സീൽ ചെയ്തിരിക്കുകയാണ്, അംഗീകാര മുദ്ര. എന്താണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും ഈശോനെ ബ്രാൻഡ് ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതുപോലൊരു സീലിംഗ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കിട്ടിയാലേ കാര്യങ്ങൾ എളുപ്പമാകും. ഒപ്പിട്ട മതം സീല് ചെയ്യണം. ഇപ്പം ചില ആൾക്കാർക്ക് ഞാൻ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴല്ല, ഞാൻ ധൃതിക്ക് ആൾക്കാരെല്ലാം എപ്പോഴും മേടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടിയാണല്ല, പല പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒപ്പിടും, സീൽ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ചിലക്കത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റിജക്റ്റ് ആകുമ്പോൾ തിരിച്ചു വരും, എൻ്റെ അച്ഛ ഇതിന് സീലില്ലെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒപ്പേ നിൽക്കത്തില്ലെന്ന് അർത്ഥം. ഒപ്പേ നിൽക്കത്തില്ല, സീലിങ് വേണം. ഇപ്പം നിങ്ങളെ ജ്ഞാനസ്ഥാനപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് ഒരു ഒപ്പാണ്. സീല് വേറെയാണ്. സീല് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം, അതാണ് പ്രശ്നം. നിങ്ങളെ വിശ്വസിക്കണത് ഒരു ഒപ്പാണത്. ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണത് ഒരു സീലാണ്. അതാണ് അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ലാഗിങ് ഒന്നുമില്ല. ഉടമ്പടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നിടത്ത് വെച്ചാണ്. അതായത് നമ്മളിൽ ദൈവത്തിന് ഒരു വിശ്വാസം തോന്നിയാൽ അപ്പം സീലായി. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. ഇത് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം മാത്രമായ ഒരു ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള വരവും പോക്കുമാണെന്ന് ദൈവത്തിന് തോന്നും. അപ്പം സീലാകത്തില്ല. ഉടമ്പടി സീലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട സീല് പതിയത്തില്ലല്ല. ചിലയിടത്ത് ഈ മഷി കുറഞ്ഞു പോകണ കാരണം സീല് പതിയത്തില്ല. എന്താ കാരണം? ദൈവത്തിന് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും? ഇത് തൽക്കാലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വരവും പോക്കുമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ ദൈവവും ഇല്ല, ആരുമില്ല. അത് അറിയാം. അപ്പം സീല് പതിയത്തില്ല. അങ്ങനെയാണ് നോക്കണം. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയൊന്നുമല്ല. നിങ്ങൾക്ക് എത്രയും വേഗം ഇത് കൺകറൻ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല, ഒരു ഉപായം പറഞ്ഞു. ഇൻ കേസ് ഒരു പദാർത്ഥം മാത്രമായിട്ടുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. പദാർത്ഥം മാത്രമായിട്ടാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്? ഈ പദാർത്ഥം മാത്രമായിട്ടൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്നത് എന്തൊരു പരിമിതിയാണെന്നറിയാമോ? അച്ഛനിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പിശാച് കർത്താവിനോട് പറഞ്ഞില്ലേ, ഈ കല്ലുകളോട് അതിനെക്കുറിച്ച് അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. എന്താ തിരിച്ചെന്ന് വെച്ചാൽ, പിശാചിൻ്റെ സങ്കല്പ ദാരിദ്ര്യം കണ്ടില്ലേ? പിശാചിന് മാക്സിമം സങ്കല്പിക്കാൻ പറ്റണത് വിശന്നാൽ ഒരു കല്ലെടുത്ത് അത് അപ്പമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക. വളരെ വളരെ ചൈൽഡിഷായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഈ ജഗതി ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ കായലെല്ലാം മാറിയെങ്കിൽ അതിനകത്തുള്ള മീനെല്ലാം വറുത്ത മീനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ പോലെ പോയി പിശാച് ചിന്തിച്ചത്. അത്രയ്ക്ക് സങ്കല്പ ദാരിദ്ര്യമാണ്. കല്ലുകളോട് അപ്പമാകാൻ. അപ്പം എൻ്റെ മനസ്സിന് ഞാൻ അവിടെ നോട്ട് ബുക്ക് കൊണ്ടുപോകുന്ന വെച്ച് എഴുതാൻ തുടങ്ങി. എന്താ എഴുതാൻ തുടങ്ങിയത്? നിങ്ങൾ കണ്ടേ ഞാൻ എഴുതുന്നത്. എന്താ എഴുതാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ
ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന സൂത്രപ്പണി മാത്രമേ പിശാചിന് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു മേ ബി ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയാം. പക്ഷേ ആധ്യാത്മികത അതിനേക്കാൾ വലുതാണ്. കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും നിന്നെ നിലനിർത്താൻ കഴിയുക. ദൈവത്തിന് ജോലിയില്ലെങ്കിൽ, നീ വിവാഹം കഴിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും, നിങ്ങൾക്ക് വീടില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾ നിലനിർത്താൻ കഴിയും. നീ ദൈവത്തിന് കണ്ടീഷൻഡായിട്ട് മക്കളെ കിട്ടിയ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്നാണ് അവസാനിച്ചത്. മാതാവിൻ്റെ മുമ്പിൽ വന്ന് ആ മോള് പറഞ്ഞു കേട്ടില്ലേ, എന്താണ്, ഒന്നെങ്കിൽ 20 വർഷമായി ഞാൻ കുഞ്ഞിന് വേണ്ടി ദൈവങ്ങളായ ദൈവങ്ങളുടെ എല്ലാം നടക്കണം. അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നെ. അമ്മ ആ മാസം അവൾക്ക് കുഞ്ഞിനെ കൊടുത്ത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ആരാണെന്ന് മനസ്സിലായി. പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കരുത്. അപ്പോൾ ഈ കല്ലപ്പമാക്കാൻ പറഞ്ഞ പോലെ പിശാചായിട്ട് നിങ്ങളെ കണക്കാക്കുന്നുള്ളൂ. ദൈവത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ, നമുക്ക് ഒരു പദാർത്ഥത്തെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ആസ്വദിക്കാനുള്ള പരുവമാക്കി തരിക എന്നുള്ള ഒരു മിനിമം പരിപാടിയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തതെങ്കിൽ ദൈവത്തെ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരനുഗ്രഹദാതാവായി മാത്രം ദൈവത്തെ കാണുമ്പോൾ സ്വാഭാവികം നിങ്ങളുടെ റിലീജിയസ് ലൈഫ് തന്നെ ഭയങ്കര പദ്ധതിക്കാകും. ഞാൻ എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്നറിയാമോ? ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വചനങ്ങളാണ്. ഈ പ്രോഗ്രാങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ പിശാച് ഈശോനെ പ്രലോഭിപ്പിക്കാൻ പോണതിന് മുമ്പ് പിശാച് മറന്നുപോയൊരു ഭാഗമുണ്ട്. എന്താ കാര്യം? കല്ലില്ലെങ്കിൽ അപ്പമില്ലെങ്കിൽ ഇവൻ ജീവിക്കുമെന്നുള്ളത് അവൻ അനുഭവം കൊണ്ട് പഠിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവനെന്താ പറഞ്ഞിരിക്കണത്? ലൂക്കാന്റെ സുവിശേഷം 4:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ലൂക്കാ 4:2. ലൂക്കാ സുവിശേഷം 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. 40 ദിവസം അവൻ അവിടെ കഴിഞ്ഞുകൂടി. ഓക്കെ. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടാ സംഭവം ഇതാണ്. അതായത് 40 ദിവസം അവൻ ഭക്ഷിക്കാതിരുന്നിട്ടും പാനം ചെയ്യാതിരുന്നിട്ടും അവന് വിശപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആ ടൈം കഴിഞ്ഞപ്പോഴാണ് അവൻ വിശന്നത്. അവൻ 40 ദിവസം എന്തുകൊണ്ടാണ് അവന് വിശക്കാതിരുന്നത്? ദാറ്റ് ഈസ് അനോയിൻറ്റിങ്. അതാണ് അനോയിൻറ്റിങ് എന്ന് പറയണത്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള എന്താണ്? അത് ബ്ലെസ്സിങ്സ് പദാർത്ഥം മാത്രവും മെറ്റീരിയലാണ്. അത് മാനുഷികമാണ്. ഈ മാനുഷികമായിട്ടുള്ള അനുഭവ തലങ്ങൾക്ക് അപ്പുറത്തുണ്ട്. എന്താണ്? നീ 40 ദിവസവും 40 രാവും അവൻ ഒന്നും ഭക്ഷിക്കുകയോ ഒന്നും കുടിക്കുകയോ ചെയ്തില്ല. ആ കാലം കഴിഞ്ഞപ്പോൾ, അത് അഭിഷേകത്തിൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവന് വിശന്നത്. അപ്പോൾ അവിടെ കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും അവൻ 40 ദിവസം സുഭിക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചതുപോലെ ജീവിച്ചത്. എൻ്റെ മക്കളെ, ഇത് വേറെ ഒരു ലെവലാണ്. നിങ്ങൾ ഈ ഉടമ്പടിയിൽ അന്വേഷിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ പേര് ഞാൻ പറഞ്ഞു, എന്താ, അതായത് ഒരു മനുഷ്യരോട് സാക്ഷ്യം പറഞ്ഞു. ജോർജ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞു, കായംകുളത്തുകാരൻ ജോർജ് ഇമ്മാനുവൽ. ജോർജ് ഇമ്മാനുവൽ 33 വർഷമായിട്ട് കടലിൽ മർച്ചൻ്റ് നേവിയിലാണ്. 33 വർഷമായിട്ട് മർച്ചൻ്റ് നേവിയിലാണ്. കക്ഷിക്ക് ഇന്ന് വരെ 12 കമ്പനി മാറിയിട്ടുണ്ട്. 33 വർഷം. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 3 കൊല്ലം 3.5 കൊല്ലമൊക്കെ കമ്പനി നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യുക ഈ സാധനത്തിന്. അത് കാരണം വീടും വെക്കാൻ ഒത്തിയിട്ടില്ല. എവിടെയെങ്കിലും ഉറച്ചു നിന്നാലല്ലേ വീട് വെക്കുകയോ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുക. 33 കൊല്ലം. ഇപ്പം 6 കൊല്ലം തന്നെ മർച്ചൻ്റ് നേവി പോയി കഴിഞ്ഞാൽ കൊടീശ്വരം വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 33 കൊല്ലം ചെയ്ത് പുള്ളിക്കാരൻ ഒരിടത്ത് ഒന്നും എത്തിയിട്ടില്ല. അവസാനം ഉടമ്പടി ചെയ്ത് 33 വർഷത്തെ ഈ മറൈൻ ലൈഫും കഴിഞ്ഞ് 12 കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാറി. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പുള്ളിക്ക് ഭയങ്കര നിരാശയായി. കാര്യം പുള്ളിയുടെ കൂടെ ഉള്ള അവിടെ കപ്പലേക്ക് കയറിയ ആൾക്കാരൊക്കെ ഇന്ന് എവിടെ ഇരിക്കണം, പുള്ളി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വ്യത്യാസം, സങ്കടം, നിരാശ. പുള്ളി ഒന്ന് ഉടമ്പടി ചെയ്ത്. ഈ നിരാശ പറഞ്ഞാൽ നമുക്കുള്ള മാർഗം എന്താ? ഉടമ്പടി.
ഉടമ്പടി ചെയ്ത വന്നിട്ട് എന്നോട് ചോദിച്ച് വാട്ട് ഹാപ്പൻ ടു മീ, എന്താണ് എൻ്റെ കുഴപ്പം വച്ചാന്ന് ചോദിച്ച്. അപ്പോൾ ഞാനത് അവൻ്റെ ഈ മറൈൻ പാസ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, അവനോട് മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയാൻ പറഞ്ഞു. എനിക്ക് ഇയാളെ ആദ്യം കാണുകയാണ്. ഞാൻ പറഞ്ഞു മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടമോ പരിപാടിയാണ്. ഒരു വീട്ടിൽ പോലും സമാധാനത്തിൽ ഒരാൾ നമ്മുടെ സമയം കുറച്ച് കഴിയുമ്പോൾ ഉടക്കി പിരിയും. അപ്പം അത് ആ മനുഷ്യൻ്റെ ഒരു കുറവാണ്. അത് ആധ്യാത്മിക ജീവിതത്തിന് മാത്രമല്ല, ഭൗതിക ജീവിതത്തിന് ഇതുപോലെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെത്തത്തില്ല. ഇപ്പോൾ കത്തോലിക്ക പള്ളിയിൽ ഇപ്പോൾ നോൻപ് കാലമാണ്, കർത്താവിന് പീഡാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ എന്നെ കൊണ്ടുവരണം തോന്നുന്നത്. നിങ്ങളും ചിന്തിക്കണം നല്ലതാ, കുറവുകളെ അന്വേഷിക്കണം നല്ലതാ. ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേ, എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുമ്പോഴല്ല, അച്ഛനെ കാണുന്ന മുമ്പ് തന്നെ കർത്താവിനോട് ചോദിക്കണം എനിക്ക് വല്ല കുറവുണ്ടോ. മനസ്സിലായില്ലേ? അച്ഛനെ കാണുമ്പോൾ ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് മാത്രമേ എനിക്ക് പരിഭവമുള്ളൂ. ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. പക്ഷേ പിന്നെ ചിലരോട് മിണ്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സീരിയസ് വിഷയമാണെങ്കിൽ ഞാൻ ടൈം എടുത്ത് അതിന് മെസ്സേജ് എടുത്ത് മറുപടി പറയും. കാര്യം അവർക്കത് ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. അവരെന്നെ പരീക്ഷിക്കാനാണ് ചോദിക്കണമെങ്കിലും ഞാൻ മിണ്ടത്തില്ല. അവർക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. എവിടെയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കണ കാണുമ്പോൾ യൂദയായിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകാനാണ് പറഞ്ഞത്. അതായത് ചിലർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവം നമ്മളോട് സംസാരിക്കും, ഒരു സംശയമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തീരുമാനം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കേവലമായിട്ട് നിൽക്കണം. കേവലമായിട്ട് കർത്താവേ നീ എന്ത് പറഞ്ഞാൽ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണെങ്കിൽ, അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കാര്യത്തിലും നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും. ഇതങ്ങനെയല്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കിഷ്ടമുണ്ട്, പക്ഷേ അത് എൻ്റെ അതൊരു ചെറിയൊരു മനസാക്ഷിക്കുത്ത് എന്തോ കിടപ്പുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞെങ്കിൽ അത് കൊള്ളാമല്ലോ, അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവർ വെറുതെ ആൾക്കാരെ വന്ന് പണി മേടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആണ് സമയം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മെസ്സേജിൻ്റെ കാര്യത്തിൽ. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വന്തം ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആത്മാവിൽ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. സന്തോഷത്തോടെ സ്നേഹത്തോടെ നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. കർത്താവിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മെൽട്ടാകണം. അത്രയും ദൈവസ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ സത്യം പറയണം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി. വേറെ അപ്പത്തേനും നിങ്ങൾ ഉടമ്പടിയിലാകും. വെർച്വൽ ഉടമ്പടി എന്ന് നമ്മൾ പറയത്തില്ലേ, വെർച്വൽ ഉടമ്പടി, ഫിസിക്കൽ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ വെർച്വൽ ഉടമ്പടിയുണ്ട്. വെർച്വൽ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ദൈവത്തോട് പ്രണയം തോന്നി ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയിലായി. വെർച്വൽ ഉടമ്പടി എന്ന് പറയും അതിനെ. ഓൺലൈൻ കാലത്തൊക്കെ കോടതിയിലൊക്കെ നടന്നത് വെർച്വൽ ആയിട്ടുള്ള ഡിസിഷൻ വിസ്താരമൊക്കെ നടന്നത് ഓൺലൈനിൽ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫിസിക്കലായിട്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ദൈവവുമായിട്ട് ഉടമ്പടിയിലാകാൻ പറ്റും. കാര്യം ഉടമ്പടി ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ്. അതിന് അന്തസത്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, മനുഷ്യരെ സേവിച്ച് ശുശ്രൂഷ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഈ വിർച്വൽ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അതിനെ പദാർത്ഥം അത് ഫിസിക്കൽ ഉടമ്പടിയായിട്ട് എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യണത്? അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിർച്വൽ ഉടമ്പടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, കുറവാണ്. കാര്യം നിങ്ങൾ ഇത് ചെയ്തിരിക്കണത് ഡു യു മീൻ ഇറ്റ്, നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നണം. നിങ്ങൾ അതായത് ഒരാൾക്ക് വിർച്വൽ ഉടമ്പടി ചെയ്ത് ദൈവവുമായിട്ട് അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിന് പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പൽസറി ആയിട്ടുള്ള മെഷീനറി മെഷേഴ്സ് ഇല്ല. ഈ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടി മാത്രമേ കമ്പൽസറി ഫിസിക്കൽ മെഷീനറി മെഷേഴ്സ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, ഇല്ലേ? അവന് ബൈബിള് വായിക്കണം, ദൈവസ്നേഹത്തോടെ വായിക്കണം. പിന്നെ നിങ്ങളുടെ അധ്വാന ബലം പാവത്തുങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ പങ്കുവെപ്പിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ഇപ്പം നടക്കുന്നത്. ഒരു മാസം 10,000 പേർ ഉടമ്പടി എടുക്കുമെങ്കിൽ ഈ 15,000 പേരും തങ്ങളുടെ സമ്പത്തുകൾ ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അത്രയും മനുഷ്യർ തന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു, വസ്ത്രം പങ്കുവെക്കുന്നു, പണം പങ്കുവെക്കുന്നു, പഠനങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെപ്പിൻ്റെ വലിയൊരു ലോകം. ഇതെല്ലാം നമ്മൾ മുദ്രയായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മൾ സീരിയസ് ആണെന്നറിയാം. ദൈവത്തിന് വിർച്വൽ ഉടമ്പടി ദൈവം നമ്മൾ സീരിയസ് ആണെന്ന് അറിയത്തില്ല. അത് നിങ്ങളങ്ങനെ ആന്തരികം എടുക്കുന്ന മാനസികമായൊരു തീരുമാനമല്ലേ. അത് മനസ്സമ്മതം പോലെ വരും, കല്യാണമല്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറുകയാണ്. തീർത്ഥാടന ഉടമ്പടിയിൽ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറും. നിങ്ങളത് വീട്ടിൽ പോയി കഴിയുമ്പോഴും ഉടമ്പടി തന്നെയാണ് ജീവിക്കണത്. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുന്നതിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുന്നത്, അപ്പം മുതൽ ഉടമ്പടി ആളി കത്താൻ തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ പാവത്തുങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്നിന് അവരുടെ ബില്ലിൻ്റെ പൈസ അടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അടക്കും. മറ്റൊക്കെ ആശുപത്രിയിലുള്ള കെയർ ടേക്കേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കണം, വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം എന്നൊക്കെ. എന്നാലും ചിലർ പറയും കൈവിട്ട് കളിക്കേണ്ട, എങ്ങനെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയില്ല, പിന്നെ എന്ത് ചെയ്യും, കയ്യിരിക്കാൻ കൂടി പോകത്തില്ലേ. ഇങ്ങനെ ചിന്തിക്കണ ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതിനാണ് ഭയങ്കര പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ അക്കൗണ്ടിൽ വരണത് വരെ കൈവിട്ട് കളിക്കത്തില്ല. ഇതിങ്ങനെ ഈ പെരിച്ചാഴികളുടെ എണ്ണം ഒരു 90% വരും. 90% എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം വന്നു ചേരണവരെ കൈവിട്ട് കളിക്കത്തില്ല. അതിന് പറയണ ഇവരെന്താ പറയണത്? അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കൈ ഉള്ള കൂടി പോകില്ല ഇപ്പം എന്ന് പറയും. അപ്പോൾ ദൈവത്തെ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് കൊണ്ട് അളന്ന് നോക്കും. അതോടുകൂടി ദൈവം മുട്ടുകാല് തല്ലി കുടിക്കും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പണ്ടാരത്തിന് ഇങ്ങോട്ട് വിളിച്ചാന്ന് ചോദിക്കും ദൈവം. എന്നൊക്കെ വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകളിൽ ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്നേഹരാജാവേ സ്നേഹത്തിൻ പൂനിലാവേ സന്തോഷത്തിലെ പാട് സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ കഴിഞ്ഞ ദിവസം ജോജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷി പറഞ്ഞായിരുന്നു.
എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവ് എന്നോട് പറയും, ജസ്റ്റ് ലിസൺ ഇറ്റ് എന്ന് പറയും. കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം ഈ മനുഷ്യരാശിയോട്, ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ്. ദൈവം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള സാക്ഷ്യങ്ങളുണ്ടാവും. ദൈവം എൻ്റെ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാവും. എക്കാലവും അത് സാർവജനീനമായിരിക്കും, സാർവകാലികമായിരിക്കും. എല്ലാ കാലങ്ങളും സത്യമായിരിക്കും, എല്ലാ ജനങ്ങൾക്കും അത് സത്യമായിരിക്കും. ഒരു പ്രാദേശികതയ്ക്കപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം. ജോജോയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീനമായ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ചെറിയൊരു സംഭവമാണ്. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി. അതൊരു വല്ലാത്ത തോന്നലായി, ഒരു ഒന്നൊന്നര തോന്നലായി. അതെന്താണെന്ന് പറയുക, അങ്ങനെയുടെ സാക്ഷ്യം തുടങ്ങണത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അങ്ങനെ പറയണത്, ഞാൻ 25 വർഷമായി UK സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട്. എൻ്റെ മക്കളും 2 പേരും അവിടെ ജനിച്ചവരാണ്. അവർക്ക് കല്യാണം കഴിച്ചു, അവർക്ക് ജോലിയുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, എനിക്കിപ്പോഴും ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത്. അപ്പോൾ നോക്കിയ ഒരു മനുഷ്യന് വീടിന് വീട്, മേൽത്തരം, ഭയം പറയുന്നുണ്ട്, മേൽത്തരം ഭവനങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ. ഓരോ സമയത്തും അതാ സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ല, ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കണത് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും താഴേക്ക് നോക്കും. നമ്മൾ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെയും വളർത്തി നടക്കണുണ്ടാവും, അവർ നോക്കത്തില്ല, അവർ തിരക്കത്തില്ല. ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കും. അതാണ് പ്രശ്നം. സ്വന്തം കൂടപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത്, ഭാര്യയുടെ ആങ്ങളമാർ. ഇപ്പോൾ അളിയനെ എങ്ങനെ കവച്ച് വെക്കാൻ പറ്റും, അതാണ്. എന്നിട്ട് ഭാര്യയുമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്നതിൻ്റെ കേടാണ്, എപ്പോഴും എൻ്റെ ആങ്ങളെ മേശക്കൾ കയറണം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ മുമ്പിൽ പുള്ളിക്ക് ഞാൻ ജോജിയുടെ കാര്യമല്ല പറയണത്, ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ, ആമേഷ അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങൾ പറയുന്ന കൂട്ട് പ്രാർത്ഥനീയ രൂപങ്ങളല്ല ഈ സംഭവം. ഇത് വളരെ സൂക്ഷിച്ച് തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സമീപിക്കേണ്ടത്. ഇങ്ങനെ ഒരു ട്രേസ്, ഇപ്പം നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ്, നിങ്ങളെ അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം, അപ്പം മാത്രമേ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാകും. അപ്പോൾ നിൻ്റെ അളിയനെ ഞാൻ വെട്ടിയെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ, അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം മേടിക്കാൻ വേണ്ടിയും കുറേ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത്, പഴയ സ്വഭാവം തന്നെ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പം നമ്മൾക്ക് ഒന്നിലും ഇപ്പം നിങ്ങളൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം എന്തിനാണിത്. നാട്ടുകാരുമായിട്ട് ബോൾത്ത ഉണ്ടാക്കാനാണോ, നാട്ടുകാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ അഭ്യാസം കാണിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പം ഇങ്ങനെ സ്കാനിങ്, ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത്. കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിൻ്റെ കോശം മൊത്തം ഡാമേജ് ആണെന്ന് പറയും. ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ലേ ഈ മൈക്രോ മെഡിസിനൊക്കെ കണ്ടുപിടിച്ചത്. എത്രയോ വർഷം മുമ്പ് ദൈവത്തിൻ്റെ കയ്യിൽ പെറ്റ് സ്കാനുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ കോശങ്ങൾ വരെ എന്തുമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും.
അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ കൃപയുടെ ആഗിരണം ചെയ്യാൻ, നിന്റെ കൃപ ആഗിരണം ചെയ്യുവാൻ തക്കവിധം എന്റെ ആത്മാവിന്റെ കോശങ്ങളെ അഭിഷേക സിദ്ധമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും ഈശോയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അപ്പൊ എല്ലാവരും ഈ അനുഗ്രഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഈ ജോജിയെ പോലെ ഒരാളായി മാറുക. നിങ്ങൾക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, മരുമക്കൾക്ക് ജോലിയുണ്ട്. ഒന്നിനും കുറവില്ലാത്ത മേൽത്തരം വീട്, മേൽത്തരം വാഹനം, മേൽത്തരം ജീവിതം. ഇത്രയും മേൽത്തരം ജീവിതമാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ഒരു എന്താണ് ഈ ഇൻഗാസൊക്കെ, ഈ എസ്കിമോയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവർ മഞ്ഞിൻ്റെ അകത്ത് ഉള്ള വീട്ടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കും, ഈൽ വിളക്കുകൾ. അതുപോലെ ഒരു വിളക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പണ്ട് എവിടെയോ കുടുംബത്തിൽ ജീവിച്ച കാലത്ത് കിട്ടിയ ഇത്തിരി വിശ്വാസം, അതൊരു ഈൽ വിളക്ക് പോലെ ഇതിൻ്റെ അകത്ത് കത്തുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ. ദൈവത്തിൻ്റെ ഒരു കൈവെപ്പ് പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം. അങ്ങനെ പറയണം, ഞാനിപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്നും പിന്നെ വീട്ടുകാരെ കൊണ്ട് തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ആ മനുഷ്യൻ്റെ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ ഇപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാര്യം എനിക്ക് ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ക്ലബ്ബിൽ പോകുന്നുണ്ട്. UK ഇതിനൊന്നും കുഴപ്പമില്ല. ആരോടും ചോദിക്കത്തില്ല, എവിടെയും പോകാം, ആർക്കെവിടെയും ജീവിക്കാം. ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ഭൂമി തരുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന മാക്സിമം സന്തോഷം അനുഭവം ജീവിക്കുന്നൊരു മനുഷ്യൻ പറയുകയാണ്, ഞാനിപ്പോൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അത് കാര്യം ഞാൻ ഇങ്ങനെ ഒരു ആചാരാനുഷ്ഠാനത്തിൽ ജീവിച്ച് പോകുന്ന കാരണം ആ പാരമ്പര്യം കളയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, അത് എനിക്കത്ര പ്രശ്നമല്ലെന്ന്. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. ഈശോ എൻ്റെ അടുത്ത് ആ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ വരുന്നില്ലെങ്കിൽ സങ്കടമില്ല. അങ്ങനെ സങ്കടം മനുഷ്യരില്ല, ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ കുറവ് ഈശോ എൻ്റെ എഴുന്നള്ളി ഈ കുർബാനയിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എങ്കിലാണെങ്കിലും അത് കുറവായിട്ട് ഹീസ് നോട്ട് ഫീലിങ് ഇറ്റ്. ഈശോ ഒരു മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അതായത് ചട്ടപ്പടി സഭയുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലും പള്ളിക്കാരുടെ മുമ്പിലും ഇടവക്കാരുടെ മുമ്പിലും ഹിസ് എ ഗുഡ് കാത്തലിക്. അയാൾക്കറിയാം അയാളുടെ ഹിപ്പൊക്കെ കറക്റ്റാണെന്നറിയാം. അയാൾക്കറിയാം പള്ളിയിൽ അച്ഛന്മാരുടെ മുമ്പിൽ ബിഷപ്പിൻ്റെ മുമ്പിലൊക്കെ ഹിസ് എ കാത്തലിക്, ഗുഡ് കാത്തലിക്. പക്ഷെ അയാൾക്കറിയാം ഈശോ ഒന്നും അയാളുടെ കയ്യിരിപ്പ് കാരണം ഈശോ ഒന്നും ഈ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലെന്നറിയാം. ഇനി വരാതിരുന്നതുകൊണ്ടോ എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ല, അത് കുറവായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത്, ഈ അനുഷ്ഠാന മാർഗങ്ങളെല്ലാം ആചരിച്ചിട്ടും വരാത്തത് ഒരു കുറവായിട്ട് തോന്നാത്ത ട്രാജഡിയെ ഇനി എന്ത് വെക്കാബററി ഉപയോഗിച്ച് പിടിക്കണമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് പത്തറ്റിക്കാണ് കണ്ടീഷൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നാം കേൾക്കുന്ന ധ്യാനത്തിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അന്തരാത്മാവിലേക്ക് പകർന്നു തരാൻ അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ശ്രുതികളുടെ ഹല്ലേലൂയ, നഷ്ടപ്പെടുമ്പോൾ
ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവസംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. സന്തോഷത്തിലൊന്ന് പാടിക്കേ, ദൈവസ്നേഹത്തോടെ പാടിക്കേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ പെട്ടെന്ന് ഇതെല്ലാം ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രത്തിൽ കുറവ് വന്നു. അതാണ് ഒരു സ്റ്റോറി പോണ കണ്ടല്ലോ, സ്റ്റോറിയുടെ പോയി കണ്ടത്. നല്ല ഒരു പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റോറി പെട്ടെന്ന് ഇങ്ങനെ ബെൻഡാണെന്ന് നോക്കിയേ. ഒരു കുറവുകളും ഇല്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ ഇത്തിരി കുറവ് വന്നു മൂത്രത്തിൽ. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ അത് പോസ്റ്റേറ്റിൻ്റെ എന്തോ ഒരു സിസ്റ്റാണ്, അത് ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ മനുഷ്യൻ അങ്ങ് ഉരുകിപ്പോയി. ഓക്കെ, ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉരുകണ കണ്ടില്ലേ, കല്ല് ഉരുകണ പോലെ ഇങ്ങനെ ഉരുകയാണ്. ഇനി എന്താണ്, ഇനി എൻ്റെ ദിവസങ്ങൾ ഇനി എത്രയാണ്? ഇങ്ങനെ പല ചിന്തകൾ കൊണ്ട് ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ചത് ഇനി എന്ത് ചെയ്യാനാണ്? ഇനി ആരുപയോഗിച്ചാലും ഞാൻ ഈ ലോകത്തുനിന്ന് പിരിയുകയല്ലേ? ഇങ്ങനെ പല പല ചിന്തകൾ പുള്ളിയുടെ ലൈഫ് തന്നെ ഇങ്ങനെ റെഡ്യൂസ് ഇൻറ്റു സീറോ, മൈനസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി എന്താണ് ഒരു മാർഗം അറിയാതെ ഇങ്ങനെ പുള്ളി ചിന്തിക്കുമ്പോൾ പുള്ളി വൈഫ് എൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത്, വൈഫിൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ചേട്ടനോടവൻ, ചേട്ടായി ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചേർത്തല പള്ളിയിൽ പോയി, ചേർത്തല പള്ളിയാണ് പാലക്കാട്, ചേർത്തല പള്ളിയിൽ പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്താണ്. ചേട്ടായി ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ചേട്ടായി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഒരു തിരിയും കൊടുത്ത്, ഒരു നീല തിരിയും കൊടുത്ത്, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത്. പക്ഷേ ഈ പണ്ടുണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങേർക്ക്, അതിപ്പോൾ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, നിന്നെ ഞാൻ മറന്ന് കുറേ നാൾ ജീവിച്ചില്ലേ, എല്ലാം നീയാണ് തന്നത്, പക്ഷേ നിന്നെപ്പോലും ഞാൻ മറക്കുന്നത്, നീ പോലും കുർബാനയിൽ എഴുന്നള്ളി എൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അത് വരത്തില്ലെന്ന്, കുർബാന മാത്രമാണ് വരണത്, ആ ഓസ്തിയപ്പം മാത്രമാണ് ഞാൻ കഴിക്കണത്, നീ എൻ്റെ കൂടെ വരുന്നില്ലെന്നൊക്കെ എനിക്കറിയാമായിരുന്നിട്ട് പോലും എനിക്കൊരു വിഷമം തോന്നാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടി ഞാൻ വിഷമിക്കുകയാണ്. നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് നാണം തോന്നണേ, എന്നെ നീ ആ അന്ത്യനിമിഷം കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. രാത്രിയും പകരം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. കാര്യം അത് അങ്ങേര് സ്വന്തമായിട്ട് ചെല്ലണ ദൈവം അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ചൊല്ലി അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രത്യേക ആകർഷണം പുള്ളിക്ക് കൊടുത്ത്, ഇത് കിട്ടിയ സമയത്ത് തൊട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പുള്ളി അത് ഇപ്പോൾ ഒത്തിരി പേരില്ലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാൻ പഠിച്ചിരിക്കുന്നവർ, എന്തുമാത്രം പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും സങ്കടം വന്ന അപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പെട്ടെന്ന് നാവിൽ നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എന്ത് സംഭവമായാലും ഉടമ്പടി ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണെങ്കിലും അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ്.
അതിൻ്റെ ഇന്ധനം പ്രത്യക്ഷീകരണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത്. പക്ഷെ അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പ്രത്യക്ഷീകരണമാണ്. ആ പ്രത്യക്ഷീകരണം വർക്കൗട്ട് ചെയ്യണത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് ഈ മനുഷ്യൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലി അവസാനം ഒരു ദിവസം പോയി രണ്ടാമതൊരു സ്കാൻ ചെയ്തപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു സ്കാൻ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ആ പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി കുറഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി പറഞ്ഞത് പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. കണ്ട പോലെ പണ്ട് കണ്ട സിസ്റ്റത്തിൻ്റെ അതേ മില്ലിയിൽ മാത്രമാണ് ഇപ്പോഴും ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് പുള്ളിക്ക് ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ആരോടൊക്കെ സംസാരിച്ച് നമ്മൾ പറഞ്ഞു, ചേട്ടായി അത് നല്ല കാര്യമല്ലേ, ഈ ക്യാൻസറാണെങ്കിൽ ഗ്രോത്ത് ചെയ്യുമല്ലോ, ഇത് അറസ്റ്റായില്ല ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയി. ശരിയാണ്, ഇത് അറസ്റ്റായല്ല, ഞാൻ പള്ളി കൃപാസനത്തിൽ വന്നിട്ടില്ല, മാതാവിനെ കണ്ടിട്ടില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയപ്പോൾ ഇത് അറസ്റ്റായില്ലേ. പിന്നെ പുള്ളിയുടെ ലൈഫ് മുഴുവനും നിങ്ങൾക്കറിയാമല്ലേ ഈ കുറവുകൾ നോക്കാൻ തുടങ്ങി പുള്ളി. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ, ദൈവം ബാക്കിയെല്ലാം ഇങ്ങനെ നിറവല്ലേ, പക്ഷേ ദൈവം ഏതെല്ലാം മേഖലകളിലില്ല എന്നുള്ള കുറവുകളെക്കുറിച്ച് പുള്ളി ചിന്തിക്കാനും ലൈഫ് ദാനധർമ്മത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറി, ക്ഷമയോടെ പെരുമാറി, ചില ആൾക്കാരോട് മിണ്ടത്തേ ഇല്ലായിരുന്നു, അവരോടൊക്കെ അനുരഞ്ജനപ്പെടാൻ തുടങ്ങി. പുള്ളി കുറേ കറക്ഷനിലേക്ക് വന്നാണ്. എന്താ സംഭവം? ഇത്രയും നാൾ താൻ നേടിയതൊന്നും അല്ലെന്നൊരു നിമിഷം മനസ്സിലാക്കിയത് നിമിഷം മുതലേ കുറവുകൾ നിങ്ങൾക്കറിയാതെ ദൈവം ഇപ്പം എന്താ 10:12 എടുത്തേ മർക്കോസിൻ്റെ സുവിശേഷം 10:21 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. മർക്കോസ് 10:21 യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് കുറവുകളെ ഇവാലുവേറ്റ് ചെയ്യണ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തണം, നല്ലതാണ്. ഈ കുറവുകളെ അന്വേഷിക്കണത് പുള്ളി അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തതല്ല, ഈ പാക്കേജിൽ ഉടമ്പടി പാക്കേജിലുള്ളതാണ് പേഴ്സണൽ അസസ്മെൻറ്റ്. അത് 10:20-19 വായിച്ചേ. മർക്കോസ് 10:20 അവൻ പറഞ്ഞു, ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അതായത് ഒരു യുവാവ്, അയാൾ ഈ ജോജോനെ പോലെ ധനികനായിരുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന ജോജോയെ പോലെ അയാൾ ധനികനാണെന്ന് പറയുന്നില്ല ഇവിടെ, വായിച്ചോളൂ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കണത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. IELTS പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് കൃപാസനത്തിൽ വന്ന് പെൺപിള്ളേർ ചോദിക്കണത്. അത് കുഴപ്പമില്ല, അതിന് കർത്താവ് നല്ല അസല് മറുപടികൾ, അവർക്ക് ജോലി വരെ ആയാണ് ഇവിടുന്ന് പോണത്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, അത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ദൈവം തന്നതാണ്. പക്ഷേ ദൈവത്തോട് എപ്പോഴെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് നല്ലതാണെന്നല്ല, നിങ്ങളെ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഇങ്ങനെ മുട്ടുവേദന മാറാനും നെഞ്ചിരുക്കം മാറാനും തലവേദന മാറാനും മാത്രം, പെണ്ണ് കെട്ടിക്കാനും മകളെ കെട്ടിക്കാനും നഷ്ടപ്പെട്ടു പോയ മാല കിട്ടാനും മാത്രം ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ തള്ളിക്കളയും. കാര്യം ഈ പണ്ടാരത്തിന് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ, ദൈവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഭൂമിയിലുള്ള വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുരുപയോഗിക്കുന്ന ഒരു അസത്താണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ റിജക്റ്റ് ചെയ്യും ദൈവം. അപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത് നല്ലതാണ്. എന്താ ചോദിക്കേണ്ടത്? 10:20 എന്താ ചോദിച്ചിരിക്കണത്? മർക്കോസ് 10:20 എന്താ? മർക്കോസ് 10:17 നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? അതായത് നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവത്തോട് ചോദിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഗുരുതരമായി ചോദ്യം ഉന്നയിക്കണം. കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നത് തന്നെ ദൈവത്തോട്. ഇപ്പം നിങ്ങൾ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമല്ല. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചോദിക്കണതെല്ലാം ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഗതികെട്ട് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ആ വിഷയം ചോദിക്കേണ്ടി വരണത്. പക്ഷേ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം എന്തിനാ ഉള്ളത്? നിത്യജീവൻ പ്രാപിക്കാൻ, ഞാൻ നിത്യമായി ജീവിക്കാൻ, എന്നുവെച്ചാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ, ഈ ഭൂമി ജീവിക്കാനല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ചോദിക്കണത് വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ജീവിക്കാനാണ്, ഭൂമി ജീവിക്കാനാണ്. ഭൂമിയിലാണെങ്കിൽ നമ്മൾ 70 കൊല്ലം മാത്രമേ ജീവിക്കുന്നുള്ളേ. കൊടാനുകൂടി കൊല്ലം പിന്നെ കാലം കിടക്കുന്നത് കാരണം നമ്മൾ ചോദിക്കേണ്ട വേറൊരു റെഫറൻസ് എന്താണ്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനൊരു യുവാവിനൊരു ബോധം ഉണ്ടായി. അയാൾ വന്നു. അപ്പോൾ ദൈവത്തോട് അയാൾ കാര്യങ്ങൾ ചോദിച്ചു. ഈശോ പറഞ്ഞു, അത് നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉടമ്പടി പാലിക്കാനാണ് പറയണത്. നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ അതുപോലെ ചെയ്യാൻ പറയും. അപ്പോഴയാൾ പറയും, ഞാൻ ചെറുപ്പകാലം മുതൽ ഇതൊക്കെ ചെയ്യണുണ്ടെന്ന് പറയും. അപ്പോഴീശോ അവനോട് പറയും, നിനക്ക് ഒരു കുറവുണ്ട്. നീ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്, ഉടമ്പടി ജീവിക്കുന്ന ആളാണ്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഈ ഉടമ്പടിയിൽ എപ്പോഴും പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ഈ 10-20 എന്ന് പറയുന്നത് ഉടമ്പടി ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഭജനം അഡ്രസ്സ് ചെയ്യണത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിയമത്തിൽ എന്താ എഴുതിയിരിക്കണമെന്ന് ഈശോ ചോദിക്കും. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക തൊട്ട് 10 കൽപ്പന മൊത്തം പറയുമ്പോൾ ഈശോ അവൻ പറയും, ഇതൊക്കെ ഞാൻ ചെയ്യണതാണ്, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി 1 പുതുക്കി, 2 പുതുക്കി, 3 പുതുക്കി ജീവിക്കണമെന്ന് പറയും. 3 പുതുക്കി ജീവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ 5 പുതുക്കി, എനിക്ക് സിൽവർ ഗ്രേ ആണ് കയ്യിലുള്ളതെന്ന് പറയും, പേപ്പർ. അപ്പോഴും ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്. ഇപ്പം നിനക്ക് നീല ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്. അല്ലേ? നീ വെള്ള ഉടമ്പടിയാണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്. ഇനി നിനക്ക് സിൽവർ ഗ്രേയാണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈശോ ഇനി പറയാൻ പോണ കുറവ് എന്താണെന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ക്ലാസ്സിൽ ഈശോ ഇനി പറയാൻ, എന്നെക്കുറിച്ച് പറയാൻ പോണ കുറവ് എന്താണ് എന്ന് നീ ചിന്തിച്ച് സ്വന്തമായിട്ട് ഈശോയുമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ നീ സത്യസന്ധമായിട്ട് ഉടമ്പടി ഏറ്റെടുത്ത് നടത്തും. കാര്യം വെച്ചാൽ നിനക്കറിയാമല്ലോ, ദൈവം നിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ പിന്നെ എല്ലാത്തിനും സമാധാനമാണ്. ഒരു കാര്യം മാത്രമല്ല, ദൈവത്തിന് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ദൈവത്തിന് മനുഷ്യന്മാർക്ക് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉടനെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല എന്ന് പറയും. ഉടനെ അവർ പറഞ്ഞ്, ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലോട്ടൊക്കെ 5 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരുമെന്ന് പറഞ്ഞു. ഓ കൊള്ളാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ നമ്മൾ ജനൽ തുറന്നു വെച്ച് അപ്പുറത്ത് നോക്കി, എൽസിക്കൂട്ട് കറണ്ട് വന്നു. ഓ നാശം, അവിടെ വീട്ടിലും കറണ്ട് വന്നാന്ന് ചോദിക്കും. തീർന്നില്ല പരിപാടി. മനസ്സിലായല്ലേ? ഇതാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ നമ്മളാണല്ലോ വിളിച്ച് പറഞ്ഞത്, അവളെ വിളിച്ച് പറഞ്ഞില്ലല്ല. എൽസിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടില്ലേ? നമ്മളാണ് കഷ്ടപ്പെട്ട് നമ്മൾ 3 രൂപ കളഞ്ഞില്ലേ, മൊബൈലിൽ കുത്തി കറണ്ടില്ലെന്ന് വിളിച്ച് പറഞ്ഞില്ലേ ഓഫീസിലേക്ക്. അപ്പോൾ നമ്മളോടല്ല അവർ പറഞ്ഞത് ഇപ്പം കറണ്ട് വരുമെന്ന്. അപ്പോൾ കറണ്ട് വന്ന് നമ്മുടെ കാശിന് നമ്മൾ കറണ്ട് വന്ന്. അപ്പോൾ ജനൽ തുറന്ന് അപ്പോൾ നോക്കിയപ്പോൾ എൽസിക്കുട്ടി അവർക്ക് കറണ്ട് വന്നാ. നമ്മുടെ മനസ്സിരിക്കണ അതാണ്. നമ്മൾ വിളിച്ച് നമുക്ക് മാത്രം കറണ്ട് കിട്ടിയാൽ മതി. എൽസിക്കുട്ടി കറണ്ട് വരണത് നമ്മുടെ അക്കൗണ്ടിൽ എംബ്രാൻ്റെ ഭാര്യയുടെ അത്താഴം എംബ്രാൻ്റെ വട്ടത്ത് വേണ്ട. ഇതാണ് കുറവെന്ന് പറയണത്. നമ്മൾ മാത്രം വെളിച്ചം കണ്ടാൽ മതി, മറ്റുള്ളവർ വെളിച്ചം കാണണ്ട. അത് നമ്മുടെ മൊബൈലിലെ കാശ് കൊണ്ട് കാണണ്ട.
എന്ന് ചിന്തിച്ചാൽ അത് കുറവായി മാറി. ഓരോ ഉടമ്പടി പുതുക്കലും ഈ കുറവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പെടുത്തിരുന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കും സർവം സമർപ്പിക്കുവാൻ സകലരും അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു വിളിച്ചിരുന്നു അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു ആത്മാവിനാൽ നിറച്ചിടുവാൻ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു.